നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിൽ ഗൂഗിൾ ഫ്രീ ആയിട്ട് വരുന്നത് 15 GB സ്റ്റോറേജ് ആണ്. ഇത് വേഗത്തിൽ അങ്ങ് ഫുള്ളായി പോകും. ഇപ്പം ഈ വാട്സപ്പിന്റെ ബാക്കപ്പിനും കൂടി സ്റ്റോറേജ് ഉപയോഗിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഫുള്ളാവും. എങ്ങനെ ഗൂഗിൾ അക്കൗണ്ട് സ്റ്റോറേജ് ഫ്രീ ആക്കാന്നുള്ള പല വീഡിയോ നമ്മൾ ചെയ്തിട്ടോ, പല മെത്തേഡ് കൂടെ ഫ്രീ ആക്കുന്ന പല വീഡിയോ ചെയ്തിക്ക്. എന്നാൽ ഇപ്പോൾ പുതിയൊരു സെറ്റിങ്സ് കൂടി വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഒരുപാട് പ്രൊമോഷൻ മെയിലുകൾ, ഒരുപാട് സ്പാം മെയിലുകളൊക്കെ വരും. ഇതൊക്കെ ഇങ്ങനെ അടിഞ്ഞു കൂടി നിൽക്കുന്നുണ്ടാവും. നമുക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ എടുത്ത് ഡിലീറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അത് ക്ലിയർ ആക്കിക്കൊണ്ട് നമുക്ക് ഗൂഗിൾ അക്കൗണ്ട് സ്റ്റോറേജ് കുറേയൊക്കെ ഫ്രീ ആക്കി എടുക്കാനാവും. അതിന് ജിമെയിലിൽ പുതിയൊരു സെറ്റിങ്സ് വന്നിക്ക്. അതെവിടെയുള്ളത്, എങ്ങനെയാണ് ചെയ്യുക അതൊന്ന് നോക്കുക. നമ്മൾ ജിമെയിൽ ഒന്ന് ഓപ്പൺ ചെയ്യുക. ജിമെയിൽ ഓപ്പൺ ചെയ്തിട്ട് മേലെ ഇടത് ഭാഗത്ത് 3 ലൈൻ ഉണ്ടാവും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കുറച്ച് താഴേക്ക് പോയാൽ മാനേജ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ പുതിയ വന്ന് കാണാം. കണ്ടോ, കുറച്ച് താഴെ ഭാഗത്ത് ട്രാഷിൻ്റെ അടുത്തായിട്ട് മാനേജ് സബ്സ്ക്രിപ്ഷൻ അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ നമ്മളെ സബ്സ്ക്രിപ്ഷനിലുള്ള എല്ലാ അക്കൗണ്ടുകളും എല്ലാ മെയിലുകളും ഇതിൽ കാണും. ഇത് ഓരോന്നും നമുക്ക് ഇവിടുന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യുക. ഇതാ നേരെയുള്ള ഇവിടെ ഈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അൺസബ്സ്ക്രൈബ് ചെയ്യുക. പക്ഷെ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നമ്മളെ അക്കൗണ്ട് സ്റ്റോറേജ് ഫ്രീ ആകില്ല. എന്ത് ചെയ്യുക, നമുക്ക് ഒരു അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ അക്കൗണ്ടിൽ നിന്ന് വന്ന എല്ലാ മെയിലുകളും ഇവിടെ ഉണ്ടാവും. കംപ്ലീറ്റ് മെയിലുകൾ ഇവിടെ ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. ഒന്ന് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്താൽ മേലെ സെലക്ട് ഓൾ എന്ന് പറഞ്ഞിട്ട് ഒരു ചെക്ക് ബോക്സ്, അതൊന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് ചെയ്ത് മൊത്തം സെലക്ട് ചെയ്യുക. മൊത്തം സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഡിലീറ്റ് ബട്ടൻ്റെ മേലെ അത് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് കൊടുക്കുക. കംപ്ലീറ്റ് ഡിലീറ്റ് കൊടുക്കുക. അത് ഡിലീറ്റ് കൊടുത്തതിന് ശേഷം ബാക്ക് വന്നിട്ട് ഏത് അക്കൗണ്ടാണോ നമ്മൾ ഡിലീറ്റ് ചെയ്ത് അതിന് നേരെയുള്ള ഈ ബോക്സ് ക്ലിക്ക് ചെയ്തിട്ട് അൺസബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ അക്കൗണ്ടിൽ നിന്ന് വന്ന എല്ലാ മെയിലുകളും നമ്മൾ ക്ലിയർ ആക്കുകയും ചെയ്ത് ഡിലീറ്റ് ചെയ്ത് ഫ്രീ ആക്കുകയും ചെയ്ത് ഇനി ഫ്യൂച്ചറിൽ ആ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് മെയിൽ വരുന്നത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്ത്. വേറെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ ഡിലീറ്റ് ചെയ്ത് കംപ്ലീറ്റ് അന്നേരം അങ്ങ് ഡിലീറ്റ് ആയി പോകുന്നില്ല കേട്ടോ. അത് നേരെ ട്രഷിലേക്കാണ് പോകുന്നത്. ട്രഷ് അല്ലെങ്കിൽ ബിന്നിലേക്ക്. അതെവിടെ ഉണ്ടാകുക, ഇതാ 3 ലൈന് ക്ലിക്ക് ചെയ്യുക. കുറച്ച് താഴേക്ക് പോയാൽ ഇവിടെ ട്രഷിന് കാണാം. ചിലതിൽ ബിന്നുണ്ടാകും കേട്ടോ. അതിൽ കംപ്ലീറ്റ് അവിടെ ഉണ്ടാവും. ഇത് നമുക്ക് ട്രഷ് നാവ് കൊടുത്തിട്ട് കംപ്ലീറ്റ് എംറ്റി ചെയ്യാം. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ അക്കൗണ്ട് ഫ്രീ ആവും കേട്ടോ. നമ്മളെ ഫോണിൽ നിന്ന് കംപ്ലീറ്റ് അത് ഡിലീറ്റ് ആവും. അപ്പോൾ അങ്ങനെ ഈ പുതിയ സെറ്റിങ്സ് കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാകുമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കൊടുത്തേക്കാം. അത് നമുക്കൊരു ബൂസ്റ്റാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മാപ്പ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.